വെൽക്കം ടു സ്റ്റഡി വിൻ PSC കേടെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള മാത്സിലെ സമയവും ദൂരവും എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കാർ ജയ്പൂരിൽ നിന്ന് 7 AM പുറപ്പെട്ട് 280 കിലോമീറ്റർ അകലെയുള്ള ഡൽഹിയിലേക്ക് പോകുന്നു. കാറിന് 40 കിലോമീറ്റർ വേഗമുണ്ടെങ്കിൽ ഡൽഹിയിൽ എപ്പോൾ എത്തിച്ചേരും? സൊല്യൂഷൻ. ഒരു കാറ് ജയ്പൂരിൽ നിന്ന് 7 AM പുറപ്പെട്ട് 280 കിലോമീറ്റർ അകലെയുള്ള ഡൽഹിയിലേക്ക് പോകുവാണ്. കാറിന് 40 km/h വേഗതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡൽഹിയിൽ എപ്പോൾ എത്തിച്ചേരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ചെയ്യേണ്ടത്? ഈ 280 കിലോമീറ്റർ ദൂരം 40 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുമ്പം എത്ര മണിക്കൂർ കൊണ്ട് എത്തിച്ചേരുമെന്ന് നോക്കുക. ആദ്യം തന്നിരിക്കുന്ന സമയത്തോടു കൂടി കൂട്ടിയാൽ ഡൽഹിയിൽ എപ്പോൾ എത്തിച്ചേരുമെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ ആദ്യം ടൈം കണ്ടുപിടിക്കാം. അപ്പോൾ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 280 കിലോമീറ്റർ, സ്പീഡ് 40 km/h. ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, അതായത് സമയം ഈസ് ഈക്വൽ ടു ദൂരം ബൈ വേഗത. അപ്പോൾ ഇവിടെ 280 ഡിവൈഡഡ് ബൈ 40, 7 മണിക്കൂർ എടുക്കും. ഈ 280 കിലോമീറ്റർ ദൂരം 40 km/h വേഗതയിൽ സഞ്ചരിക്കുമ്പം 7 മണിക്കൂർ എടുക്കും എത്തിച്ചേരാനായിട്ട്. അപ്പോൾ രാവിലെ 7 AM പുറപ്പെടുന്നത്. അപ്പോൾ 7 AM പുറപ്പെട്ടാൽ 7 മണിക്കൂർ കൊണ്ട് ഡൽഹിയിൽ എത്തിച്ചേരും എന്ന് പറയുമ്പോൾ ഈ 7 AM കൂടെ 7 മണിക്കൂർ കൂട്ടുക. 7 AM കൂടെ 7 മണിക്കൂർ കൂട്ടിയാൽ എത്ര വരും? 7 × 5 = 12. 12 കഴിഞ്ഞാൽ പിന്നെ 5 × 2 ആണല്ലോ 7. 12 കഴിഞ്ഞാൽ പിന്നെ 1, 2 PM ആയിരിക്കും. 2 PM 2 PM ഡൽഹിയിൽ എത്തിച്ചേരുന്നത്. ആൻസർ ഇവിടെ ഓപ്ഷൻ സി, 2 PM. 90 km/h വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു തീവണ്ടിയുടെ നീളം 285 മീറ്റർ ആണ്. 340 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് തീവണ്ടി എത്ര സമയമെടുക്കും? സൊല്യൂഷൻ. ഇവിടെ സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. സമയം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ടൈം T ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സമയം ഈസ് ഈക്വൽ ടു ദൂരം ബൈ വേഗത. സമയം ദൂരം എന്ന ചാപ്റ്ററിൽ പ്രധാനമായിട്ടും സമയം, ദൂരം, വേഗത ഇത് മൂന്നും കണ്ടുപിടിക്കാനുള്ള ഫോർമുല ബൈഹാർട്ട് ചെയ്ത് വെക്കണേ. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി, അത് വെച്ച് ബാക്കിയുള്ളത് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇനി സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഡിസ്റ്റൻസ് ബൈ ടൈം. അതായത് വേഗത ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇനി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സ്പീഡ് ഇൻറ്റു ടൈം. ദൂരം ഈസ് ഈക്വൽ ടു വേഗത ഇൻറ്റു സമയം. അപ്പോൾ ഈ 3 ഫോർമുല ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പം ഞാൻ സാധാരണ ഈ ഡിസ്റ്റൻസ് D ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് സ്പീഡും ടൈമും കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതും. പിന്നെ കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് തന്നെ അങ്ങോട്ട് തന്നെ അങ്ങ് വന്നോളും കേട്ടോ. കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെ ഈ ഫോർമുല നമുക്ക് തന്നെ അങ്ങ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ടൈം T ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് D ഈസ് ഈക്വൽ ടു ട്രെയിനിൻ്റെയും പ്ലാറ്റ്ഫോമിൻ്റെയും ദൂരങ്ങൾ തമ്മിൽ ആഡ് ചെയ്യണം. അതാണ് ഡിസ്റ്റൻസ്. പുറത്ത് വെച്ചോണം. ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെയും നീളങ്ങൾ തമ്മിൽ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ ഡിസ്റ്റൻസ്. അപ്പോൾ ട്രെയിനിൻ്റെ നീളം 285 മീറ്റർ, പ്ലാറ്റ്ഫോമിൻ്റെ നീളം 340. 5 × 0 = 5, 8 × 4 = 12, 3 × 1 3 × 2 = 5, 1 625. ഡിസ്റ്റൻസ് 625 മീറ്റർ. സ്പീഡ് 90 km/h ആണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ടൈം കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡിലാണ്. പിന്നെ ഈ ഡിസ്റ്റൻസ് ഉള്ളത് മീറ്ററിലുമാണ്. അപ്പം
സ്പീഡ് എങ്ങനെയാണ് വരുന്നത്? കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ സമയം കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡിലായതുകൊണ്ട് ഈ സ്പീഡിനെ കിലോമീറ്റർ പെർ അവറിൽ നിന്ന് മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. അപ്പോൾ 90 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാനായിട്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഈ 5/18ൻ്റെ റെസിപ്രോക്കൽ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാനായിട്ട് 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചിലപ്പം 5/18 ആണോ 18/5 കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാനും കൂടി ഒരു ക്ലൂ പറഞ്ഞുതരാം. ഈ വലിയ യൂണിറ്റിൽ നിന്ന് ചെറിയ യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ ചെറിയ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. വലിയ യൂണിറ്റിൽ നിന്ന് ചെറിയ യൂണിറ്റിലോട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ചെറിയ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ 5/18 18/5 ഇതിലെ ചെറിയ സംഖ്യ ഏതാ? 5/18 അപ്പോൾ വലിയ യൂണിറ്റിൽ നിന്ന് ചെറിയ യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ ചെറിയ സംഖ്യയായ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി നോക്കിക്കേ, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റണം. അതായത് ചെറിയ യൂണിറ്റിൽ നിന്ന് വലിയ യൂണിറ്റിലേക്ക് മാറ്റണം. അപ്പോൾ ഇതിലെ വലിയ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിലെ വലിയ സംഖ്യ ഏതാണ്? 18/5. അപ്പോൾ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് ഈ 90നെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 18 5 90 5 5 25 25 മീറ്റർ പെർ സെക്കൻഡാണ് സ്പീഡ്. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടൈം t ഈസ് ഈക്വൽ ടു 625 ഡിവൈഡഡ് ബൈ 25 ഈസ് ഈക്വൽ ടു 25 സെക്കൻഡ്. സമയം 25 സെക്കൻഡാണ്. ആൻസർ ഓപ്ഷൻ എ. ചോദ്യം, 2 വന്ദേ ഭാരത് ട്രെയിനുകൾ ഒരേ സമയത്ത് 480 കിലോമീറ്റർ അകലമുള്ള 2 സ്റ്റേഷനുകളിൽ നിന്ന് എതിർ ദിശകളിലേക്ക് സഞ്ചരിച്ച് ഒരു സ്റ്റേഷനിൽ 270 കിലോമീറ്റർ ദൂരെ വെച്ച് അവ സന്ധിക്കുന്നു. അവയുടെ വേഗത്തിൻ്റെ അംശബന്ധം എത്ര? സൊല്യൂഷൻ, ഇവിടെ വേഗത്തിൻ്റെ അംശബന്ധം എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 2 വന്ദേ ഭാരത് ട്രെയിനുകൾ ഒരേ സമയത്ത് 480 കിലോമീറ്റർ അകലമുള്ള 2 സ്റ്റേഷനുകളിൽ നിന്ന് എതിർ ദിശകളിലേക്ക് സഞ്ചരിച്ചു. അപ്പോൾ ഇവിടെ ഈ 2 സ്റ്റേഷനുകൾ തമ്മിലുള്ള അകലം 480 കിലോമീറ്ററാണ്. ഇവിടെ നോക്കിക്കേ, എ ബി 2 സ്റ്റേഷനുകളാണെങ്കിൽ ഈ 2 സ്റ്റേഷനുകൾ തമ്മിലുള്ള അകലം 480 കിലോമീറ്ററാണ്. 2 വന്ദേ ഭാരത് ട്രെയിനുകൾ ഒരേ സമയത്ത് എതിർ ദിശകളിലേക്ക് സഞ്ചരിച്ച് ഒരു സ്റ്റേഷനിൽ 270 കിലോമീറ്റർ ദൂരെ വെച്ച് അവ സന്ധിക്കുന്നു. അതായത് സപ്പോസ് എയിൽ നിന്ന് പുറപ്പെട്ട വന്ദേ ഭാരത് ആണെങ്കിൽ അത് 270 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചപ്പം ഈ ബിയിൽ നിന്ന് വരുന്ന ട്രെയിനുമായിട്ട് സന്ധിച്ചു. അപ്പോൾ എന്താണ്? ആകെ ദൂരം എയും ബിയും തമ്മിലുള്ള ആകെ ദൂരം 480 കിലോമീറ്റർ ആണെങ്കിൽ ഈ ബിയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ ഇപ്പം ഈ എയുമായിട്ട് സന്ധിക്കുമ്പോൾ എത്ര ദൂരം സഞ്ചരിച്ച് കാണും? 480 മൈനസ് 270 എത്രയാണ്? 210 കിലോമീറ്റർ. ഈ ദൂരം 210 കിലോമീറ്ററാണ്. അപ്പോൾ എയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിന് 270 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചപ്പോഴും ബിയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിന് 210 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചപ്പോൾ ഇവർ തമ്മിൽ സന്ധിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ 2 ട്രെയിനുകളുടെ വേഗത്തിൻ്റെ അംശബന്ധം എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 2 സ്റ്റേഷനുകളിൽ നിന്ന് എതിർ ദിശയിൽ ഒരേ സമയത്ത് 2 ട്രെയിനുകൾ സഞ്ചരിക്കുമ്പം ഈ 2 ട്രെയിനുകളും ഒരേ സമയം എടുത്തായിരിക്കും ഈ സന്ധിച്ചപ്പോൾ ഒരേ സമയമാണ് എടുത്തിട്ടുള്ളത്. അതായത് സപ്പോസ് എയിൽ നിന്ന് 270 കിലോമീറ്റർ ദൂരം
ട്രെയിൻ സഞ്ചരിച്ചപ്പോൾ 2 മണിക്കൂറാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഈ ബിയിൽ നിന്ന് 210 കിലോമീറ്റർ സഞ്ചരിച്ചപ്പോഴും എത്രയാണ്? 2 മണിക്കൂർ തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോഴാണ് അവർ മീറ്റ് ചെയ്തത്. അപ്പം സമയം ഒന്നാണെങ്കിൽ സഞ്ചരിക്കാൻ എടുത്ത സമയം സെയിം ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡാണ്. അതായത് ദൂരം വേഗതയ്ക്ക് നേരനുപാതത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്പീഡിൻ്റെ വേഗതയുടെ അംശബന്ധം എന്ന് പറയുന്നത് ഈ ദൂരത്തിൻ്റെ അംശബന്ധം തന്നെയായിരിക്കും. ഡിസ്റ്റൻസ് സ്പീഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഈ ദൂരത്തിൻ്റെ അംശബന്ധവും വേഗതയുടെ അംശബന്ധവും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ വേഗത്തിൻ്റെ അംശബന്ധം കണ്ടുപിടിക്കാനായിട്ട് ഈ ദൂരത്തിൻ്റെ അംശബന്ധം എടുത്താൽ മതി. അതായത് 270:210. അപ്പോൾ ഇതൊന്ന് ചെറുതാക്കാം. 0 0 വെട്ടി 3 കൊണ്ടാകുമ്പോൾ 3 9 27, 3 7 21. 9:7 വേഗത്തിൻ്റെ അംശബന്ധം. ചോദ്യം: ഒരാൾ ബൈക്കിൽ 10 മണിക്കൂർ കൊണ്ട് ഒരു യാത്ര പൂർത്തിയാക്കുന്നു. യാത്രയുടെ പകുതി 45 km/h വേഗവും യാത്രയുടെ അടുത്ത പകുതി 55 km/h വേഗത്തിലും സഞ്ചരിച്ചാൽ യാത്രയുടെ ആകെ ദൂരം എത്ര? സൊല്യൂഷൻ: ആകെ ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. ദൂരം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഡിസ്റ്റൻസ് d = സ്പീഡ് ഇൻറ്റു ടൈം. അതായത് ദൂരം = വേഗത ഇൻറ്റു സമയം. അപ്പോൾ ഇവിടെ സമയം ടൈം 10 മണിക്കൂർ, വേഗത S1 45 km/h, S2 55 km/h. അപ്പോൾ ഇവിടെ ആവറേജ് S1 S2 തന്നിട്ടുള്ളത്, അതുകൊണ്ട് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുക. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2S1 S2 / S1 + S2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആവറേജ് സ്പീഡ് S = 2 × S1 S2, 45 × 55 / S1 + S2, 45 + 55 100. അപ്പോൾ ഇവിടെ 2 50 100 5 11 55 5 10 50. അപ്പോൾ ഇത് 45 × 11 / 10 എന്ന ആവറേജ് സ്പീഡ് കിട്ടി. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവേ. ഡിസ്റ്റൻസ് d = 45 × 11 / 10. ടൈം എത്രയാണ്? 10. അപ്പോൾ ഈ 10 കൂടെ വെട്ടിപ്പോയി. 45 × 11. 45 × 11 ആകുമ്പോൾ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ട്രിക്ക് യൂസ് ചെയ്യുവാണ്. അപ്പം 1 5 5 5 4 9 4 1 4. ടോട്ടൽ ഡിസ്റ്റൻസ് 495 km ആണ്. ആൻസർ ഓപ്ഷൻ എ. ഇവിടെ ആവറേജ് സ്പീഡ് കണ്ടുപിടിച്ചു, അതിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത ചോദ്യം: ഒരു ബോട്ടിൻ്റെ വേഗം ഒഴുക്കിൻ്റെ ഗതിയിൽ 10 km/h. ഒഴുക്കിനെതിരെ അതിൻ്റെ വേഗം 4 km/h ആണെങ്കിൽ നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗം എത്ര? സൊല്യൂഷൻ: ഇവിടെ നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗം എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നിശ്ചല ജലത്തിലെ വേഗം കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് ഒഴുക്കിന് അനുകൂലമായ വേഗതയും ഒഴുക്കിനെതിരെയുള്ള വേഗതയും തന്നാൽ നിശ്ചല ജലത്തിലെ വേഗത കണ്ടുപിടിക്കാൻ ഈ ഒഴുക്കിന് അനുകൂലമുള്ള വേഗതയും ഒഴുക്കിനെതിരെയുള്ള വേഗതയും തമ്മിൽ ആഡ് ചെയ്യുക. അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ അതൊരു ഫോർമുലയായിട്ട് പറയുമ്പം ഒഴുക്കിന് അനുകൂലമായ വേഗത x km/h ഒഴുക്കിനെതിരെയുള്ള വേഗത y km/h ആയാൽ നിശ്ചല ജലത്തിലെ വേഗത x + y/2 ആയിരിക്കും. നിശ്ചല ജലത്തിലെ വേഗത എന്ന് പറയുന്നത് ഒഴുക്കിന് അനുകൂലമായ വേഗതയും ഒഴുക്കിനെതിരെയുള്ള വേഗതയും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ മതി. ഫോർമുലയായിട്ട് പറയുമ്പോൾ x + y/2.
അപ്പോൾ ഇവിടെ എക്സ് എന്താണ്? ഒഴുക്കിൻ്റെ ഗതിയിൽ 10 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. അപ്പോൾ ഒഴുക്കിന് അനുകൂലമായ വേഗത 10 കിലോമീറ്റർ പെർ അവർ. ഒഴുക്കിനെതിരെയുള്ള വേഗത 4 കിലോമീറ്റർ പെർ മണിക്കൂർ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10 + 4/2 14/2 ഈസ് ഈക്വൽ ടു 7 കിലോമീറ്റർ പെർ അവർ ആണ് നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗം. ആൻസർ ഓപ്ഷൻ സി, 7 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഇത് ഒരു ബോട്ടായാലും ഒരാൾ നീന്തുവാണെങ്കിലും ഒക്കെ നിശ്ചല ജലത്തിലെ വേഗത എന്ന് പറയുന്നത് ഒഴുക്കിന് അനുകൂലവും ഒഴുക്കിനെതിരെയുള്ള വേഗതകൾ തമ്മിൽ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ മതി. ഫോർമുല x + y/2. നല്ല ഒഴുക്കുള്ള ഒരു നദിയിൽ ഒഴുക്കിന് അനുകൂലമായി മണിക്കൂറിൽ 12 കിലോമീറ്ററും ഒഴുക്കിനെതിരായി മണിക്കൂറിൽ 8 കിലോമീറ്ററും ഒരു ബോട്ടിന് യാത്ര ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ ഒഴുക്കിൻ്റെ വേഗം മണിക്കൂറിൽ എത്ര കിലോമീറ്ററാണ്? സൊല്യൂഷൻ. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഒഴുക്കിൻ്റെ വേഗമാണ്. മുമ്പത്തെ പോലെ തന്നെ, അതായത് മുമ്പത്തെ എന്തായിരുന്നു? നിശ്ചല ജലത്തിലെ വേഗതയായിരുന്നു. ഇതെന്താണ്? ഒഴുക്കിൻ്റെ വേഗം കണ്ടുപിടിക്കാനായിട്ട് x - y/2 ചെയ്താൽ മതി. അതായത് എന്താണ്? അതായത് ഈ ഒഴുക്കിന് അനുകൂലമുള്ള വേഗതയിൽ നിന്ന് ഒഴുക്കിനെതിരെയുള്ള വേഗത കുറച്ചിട്ട് അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ ഒഴുക്കിൻ്റെ വേഗം എത്രയെന്ന് കിട്ടും. അതായത് അതൊരു ഫോർമുലയായിട്ട് പറയുമ്പോൾ എന്താണ്? ഒഴുക്കിന് അനുകൂലമായ വേഗത x കിലോമീറ്റർ പെർ അവർ, ഒഴുക്കിനെതിരെയുള്ള വേഗത y കിലോമീറ്റർ പെർ അവർ. അപ്പം ഒഴുക്കിൻ്റെ വേഗത, അതായത് ഇതിൻ്റെ ഡിഫറൻസിനെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ഒഴുക്കിൻ്റെ വേഗത എന്താണ്? x - y/2. അപ്പോൾ ഒഴുക്കിൻ്റെ വേഗത കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് x - y/2. അതായത് ഒഴുക്കിന് അനുകൂലമായ വേഗതയും ഒഴുക്കിനെതിരെയുള്ള വേഗതയും തന്നാൽ ഒഴുക്കിൻ്റെ വേഗം കണ്ടുപിടിക്കാനായിട്ട് ഒഴുക്കിന് അനുകൂലമായ വേഗതയിൽ നിന്ന് ഒഴുക്കിനെതിരെയുള്ള വേഗത കുറയ്ക്കുക, അതിനെ 2 കൊണ്ട് ഹരിക്കുക. ഓക്കെ, അതായത് x - y/2. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എക്സ് എന്താണ്? ഒഴുക്കിന് അനുകൂലമായ വേഗത 12 കിലോമീറ്റർ പെർ അവർ. ഒഴുക്കിനെതിരെയുള്ള വേഗത എന്താണ്? 8 കിലോമീറ്റർ പെർ അവർ. ഒഴുക്കിൻ്റെ വേഗത എന്താണ്? 12 - 8 / 2. 12 - 8 4, 4/2. 2 കിലോമീറ്റർ പെർ അവർ ആണ് ഒഴുക്കിൻ്റെ വേഗത. ആൻസർ ഓപ്ഷൻ ബി, 2 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഫോർമുല രണ്ടും ഓർത്ത് വയ്ക്കുക, നിശ്ചല ജലത്തിലെ ഒഴുക്കിൻ്റെ. ഓക്കെ, അപ്പോൾ ഒരെണ്ണം x + y/2 ആണ്, മറ്റേത് x - y/2 ആണ്. ഓക്കെ, കുത്രലീശ്വരൻ ഒഴുക്കിനെതിരായി 7 മണിക്കൂർ കൊണ്ട് 42 കിലോമീറ്റർ, ഒഴുക്കിന് അനുകൂലമായി 5 മണിക്കൂർ കൊണ്ട് 30 കിലോമീറ്റർ നീന്തി. നിശ്ചല ജലത്തിൽ കുത്രലീശ്വരൻ്റെ വേഗം എത്രയാണ്? സൊല്യൂഷൻ. ഇവിടെ നിശ്ചല ജലത്തിലെ വേഗം എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്തതാണ് നിശ്ചല ജലത്തിലെ വേഗം. അപ്പോൾ നമുക്കതൊന്നുകൂടി പറയാം. അതായത് എന്താണ്? ഒഴുക്കിന് അനുകൂലമായ വേഗത എക്സും ഒഴുക്കിനെതിരായ വേഗത വൈയുമാണെങ്കിൽ നിശ്ചല ജലത്തിലെ വേഗത എന്താണ്? x + y/2. അതായത് ഒഴുക്കിന് അനുകൂലമായ വേഗതയും ഒഴുക്കിന് എതിരായ വേഗതയും തമ്മിൽ കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ ഇതാണ് ഫോർമുല, x + y/2, നിശ്ചല ജലത്തിലെ വേഗം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ ഇവിടെ സ്പീഡ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ലെന്നേ ഉള്ളൂ, സ്പീഡ് കണ്ടുപിടിക്കണം. അപ്പോൾ സ്പീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒഴുക്കിന് എതിരായി 7 മണിക്കൂർ കൊണ്ട് 42 കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പോൾ സ്പീഡ് എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആകുമ്പം 42/7. 42/7 6 കിലോമീറ്റർ പെർ അവർ ആണ് എന്ത്? ഒഴുക്കിനെതിരായിട്ട്. അപ്പോൾ ഇത് ഒഴുക്കിനെതിരായത് y ആയിട്ട് എടുക്കാം. ഓക്കെ, അടുത്തത് ഒഴുക്കിന് അനുകൂലമായി 5 മണിക്കൂർ കൊണ്ട് 30 കിലോമീറ്റർ നീന്തി. അപ്പോൾ എക്സ് എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആകുമ്പോൾ 30/5 6 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഇവിടെ എക്സും വൈയും കിട്ടി.
വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6 + 6/2 12/2 = 6. 6 km/h ആണ് നിശ്ചല ജലത്തിലെ വേഗം. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ഒരു ട്രെയിന് 42 km/h വേഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ 10 മിനിറ്റ് വൈകും. എന്നാൽ 70 km/h വേഗത്തിൽ സഞ്ചരിച്ചാൽ ലക്ഷ്യസ്ഥാനത്ത് 10 മിനിറ്റ് നേരത്തെ എത്തും. ആ ട്രെയിനിന് യാത്ര ചെയ്യാൻ വേണ്ടി വരുന്ന കൃത്യസമയം എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കൃത്യസമയം കണ്ടുപിടിക്കണം. അപ്പോൾ കൃത്യസമയത്തെ എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ട്രെയിന് 42 km/h വേഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ 10 മിനിറ്റ് വൈകും. 42 km/h വേഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ 10 മിനിറ്റ് വൈകുമെന്ന് വെച്ചാൽ എന്താണ്? ഈ കൃത്യസമയത്തേക്കാളും 10 മിനിറ്റ് കൂടുതൽ എടുക്കും. അപ്പോൾ എക്സ് പ്ലസ് 10 മിനിറ്റ് ആയിരിക്കും എടുക്കുന്നത്. എക്സ് പ്ലസ് 10 മിനിറ്റ്. ഇനി 70 km/h വേഗത്തിൽ സഞ്ചരിച്ചാൽ ലക്ഷ്യസ്ഥാനത്ത് 10 മിനിറ്റ് നേരത്തെ എത്തും. അതായത് ഈ സ്പീഡ് അങ്ങ് കൂട്ടിക്കഴിയുമ്പോൾ എന്താണ്? തന്നിരിക്കുന്ന സമയത്തേക്കാളും കുറച്ച് സമയത്തിനുള്ളിൽ എത്തും. അപ്പോൾ 70 km/h വേഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ എന്താ? 10 മിനിറ്റ് നേരത്തെ എത്തും. അപ്പോൾ എന്താണ്? കൃത്യസമയം എക്സ് ആണെങ്കിൽ എക്സിനേക്കാളും 10 മിനിറ്റ് കുറവ് മതി. അപ്പോൾ എക്സ് മൈനസ് 10 മിനിറ്റ് കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തും. അപ്പോൾ ഇവിടെ എന്താണ്? കൃത്യസമയമാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ? കൃത്യസമയം കണ്ടുപിടിക്കണം. അപ്പോൾ ടൈം എന്താ? ടൈം ഈസ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. സമയം ഈസ് ഈക്വൽ ടു ദൂരം ബൈ വേഗതയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ എന്താ? സെയിം ഡിസ്റ്റൻസാണ്. കാരണം ഈ രണ്ട് ട്രെയിനും ഒരേ സ്ഥലത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവിടെ ഡിസ്റ്റൻസ് സെയിമാണ്. അപ്പോൾ എന്താണ്? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈമാണ്. ഡിസ്റ്റൻസുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പം ഡിസ്റ്റൻസ് എന്താ? രണ്ടും ഒരേ സ്ഥലത്തെ ഒരു ട്രെയിന് വ്യത്യസ്തമായ സ്പീഡുകളിൽ ഒരേ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താ? ഡിസ്റ്റൻസ് ദൂരം സെയിം ആണ്. ഓക്കെ. അപ്പോൾ ഡിസ്റ്റൻസ് എന്താ? സ്പീഡ് ഇൻറ്റു ടൈമാണ്. അപ്പോൾ ഈ 42 എന്താ? സ്പീഡ് ഇൻറ്റു ടൈം എന്താണ്? എക്സ് പ്ലസ് 10 ഡിവൈഡഡ് ബൈ 60 വരും. എന്താണ്? 42 km/h സ്പീഡ്. തന്നിരിക്കുന്നത് എന്താണ്? ടൈം തന്നിട്ടുള്ള മിനിറ്റാണ്. മിനിറ്റിനെ മണിക്കൂറിലോട്ട് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് എക്സ് പ്ലസ് 10/60 വന്നത്. ഇപ്പോൾ യൂണിറ്റ് സെയിം ആയിരിക്കണമല്ലോ. അപ്പോൾ km/h ആണെങ്കിൽ ടൈം മണിക്കൂറിലായിരിക്കണം. അതാണ് എക്സ് പ്ലസ് 10 ഡിവൈഡ് ബൈ 60 എന്ന് വന്നത്. അപ്പോൾ ഇതിന് ഈക്വൽ ആണ് എന്ത്? 70 ഇൻറ്റു എക്സ് മൈനസ് 10 ഡിവൈഡഡ് ബൈ 60. അപ്പോൾ ഇവിടെ എന്താ? 70 km/h അല്ലേ. അപ്പോൾ തന്നിരിക്കുന്ന മിനിറ്റിനെ മണിക്കൂറിലോട്ട് മാറ്റാനായിട്ട് എക്സ് മൈനസ് 10 ഡിവൈഡ് ബൈ 60 ചെയ്താൽ മതി. ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതായിരിക്കും കൃത്യസമയം. ഓക്കെ. അപ്പോൾ ഇവിടെ LHSലെയും RHSലെയും ന്യൂമറേറ്റേഴ്സ് തമ്മിൽ വെട്ടാൻ പറ്റും, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ വെട്ടാൻ പറ്റുമേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഡിനോമിനേറ്റർ കണ്ടോ? LHSലെയും RHSലെയും ഡിനോമിനേറ്റർ 60. അപ്പോൾ അത് രണ്ടും അങ്ങ് വെട്ടിപ്പോവും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 42 ഇൻറ്റു എക്സ് പ്ലസ് 10 ഈസ് ഈക്വൽ ടു 70 ഇൻറ്റു എക്സ് മൈനസ് 10. ഓക്കെ. അപ്പോൾ ഇവിടെയും വെട്ടാൻ കേട്ടോ. ഒരു വെട്ടുകൂടെ ചെയ്യാം. എന്താണ്? 7 കൊണ്ടല്ലേ? 7 6 42, 7 10 70. LHSലെയും RHSലെയും ന്യൂമറേറ്റേഴ്സ് തമ്മിൽ വെട്ടാൻ പറ്റും, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ വെട്ടാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ? ഈ 42 70 കൂടെ വെട്ടാൻ പറ്റുമല്ലോ. എങ്ങനെയാണ്? 7 കൊണ്ട് 7 6 42, 7 10 70. ഓക്കെ. അപ്പോൾ ഇനി ഒന്നുകൂടി വെട്ടാം അല്ലേ? നോക്കി, 2ഉം 10ഉം കൂടെ വെട്ടാമല്ലോ. 6ഉം 10ഉം കൂടെ വെട്ടാമല്ലോ. 6ഉം 10ഉം കൂടെ ആകുമ്പം 2 കൊണ്ട് വെട്ടുമ്പോൾ 2 3 6, 2 5 10. അപ്പോൾ ഇതെന്ത് വരും? 3x പ്ലസ് 3 ഇൻറ്റു 10 30 ഈസ് ഈക്വൽ ടു 5x മൈനസ് 5 ഇൻറ്റു 10 50. അപ്പോൾ ഇത് ഇനി എക്സിൻ്റെ ടൈം എല്ലാം ഒരു സൈഡിലാക്കാം, നമ്പേഴ്സ് മാറ്റാം. ഓക്കെ. അപ്പോൾ എന്ത് വരും? 5x മൈനസ് 3x
LHS നിന്ന് RHS പോകുമ്പോൾ എന്താ സൈൻ ചേഞ്ച് ആവും അല്ലേ. അപ്പോൾ 5x - 3x. അതുപോലെ എന്താണ് 30 + 50. ഇവിടെ എന്താണ് 5x - 2x 3x എന്താണ് 2x = 30 + 50 എന്താണ് 80. അപ്പോൾ therefore x = 80 / 2 = 40 മിനിറ്റ്. 40 മിനിറ്റ് ആണ് കൃത്യസമയം. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ഒരു ബസ് 50 km/h വേഗത്തിൽ ഓടുന്നു. 200 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണം? സൊല്യൂഷൻ, സമയം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ടൈം t = ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സമയം = ദൂരം ബൈ വേഗത. അപ്പോൾ ഇവിടെ ദൂരം ഡിസ്റ്റൻസ് 200 കിലോമീറ്റർ, വേഗത സ്പീഡ് s 50 km/h. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടൈം t = 200 / 50. 50 4 200. അപ്പം 4 മണിക്കൂറാണ് സമയം. ആൻസർ 4 അവർ. അടുത്ത ചോദ്യം, ഒരു തീവണ്ടിക്ക് 175 മീറ്റർ നീളമുണ്ട്. 63 km/h വേഗത്തിൽ ഓടുന്ന തീവണ്ടി പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ കടന്നു പോകാൻ എത്ര സമയം എടുക്കും? സൊല്യൂഷൻ, സമയം ആണ് കണ്ടുപിടിക്കേണ്ടത്. സമയം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ടൈം t = ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സമയം = ദൂരം ബൈ വേഗത. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് 175 മീറ്റർ, സ്പീഡ് 63 km/h. അപ്പോൾ ഇവിടെ എന്താണ് സമയം കണ്ടുപിടിക്കേണ്ട സെക്കൻഡ്സിലാണല്ലേ. അപ്പോൾ എന്താണ് ഡിസ്റ്റൻസ് തന്നിട്ടുള്ളത് മീറ്ററിലും. അപ്പം സ്പീഡ് എങ്ങനെയാണ് വരേണ്ടത്? സ്പീഡ് വരേണ്ടത് m/s അല്ലെങ്കിൽ km/h ആയിരിക്കും. രണ്ടും സെയിം ആണ്. m/s km/h സെയിം ആണ്. അപ്പോൾ ഇവിടെ സമയം കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡിലായതുകൊണ്ട് ഈ തന്നിരിക്കുന്ന സ്പീഡിനെ km/h നിന്ന് m/s മാറ്റണം. അപ്പം km/h m/s മാറ്റാനായിട്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 63 × 5/18. അപ്പോൾ ഇത് 9 2 18 9 7 63. അപ്പോൾ ഇത് എന്താണ് 35/2 m/s ആയി. അപ്പോൾ ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടൈം t = 175 / 35/2 = 175 × 2/35 = 35 175 5 × 2 10. 10 സെക്കൻഡാണ് സമയം. ആൻസർ ഓപ്ഷൻ എ. ചോദ്യം, സുനിൽ 18 km/h വേഗത്തിലോടി 5 മിനിറ്റ് കൊണ്ട് ഒരു പാലം കടക്കുന്നു എങ്കിൽ പാലത്തിൻ്റെ നീളം. സൊല്യൂഷൻ, ഇവിടെ പാലത്തിൻ്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സ്പീഡ് × ടൈം. ദൂരം = വേഗത × സമയം. അപ്പോൾ ഇവിടെ വേഗത സ്പീഡ് 18 km/h ആണ്. ടൈം 5 മിനിറ്റ് ആണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, പാലത്തിൻ്റെ നീളം കണ്ടുപിടിക്കേണ്ട മീറ്ററിലാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സ്പീഡിനെ km/h നിന്ന് m/min മാറ്റണം. അപ്പോൾ km/h m/min മാറ്റാനായിട്ട് 50/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. km/h m/min മാറ്റാൻ 50/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഈ m/min km/h മാറ്റാനായിട്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 50/3യുടെ റെസിപ്രോക്കൽ 3/50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഇത് ഓർത്ത് വയ്ക്കാൻ ഒരു ക്ലൂ പറഞ്ഞുതരാം. 50/3 3/50 ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പോൾ km/h m/min മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? 50/3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഈ km/h m/min എന്ന് പറയും മിനിറ്റിലോട്ട് ആക്കുക എന്ന് വെച്ചാൽ എന്താ, വലിയ യൂണിറ്റിനെ ചെറിയ യൂണിറ്റിലോട്ടാണ് മാറ്റുന്നത്. ഇവിടെ വലിയ യൂണിറ്റിനെ ചെറിയ യൂണിറ്റിലോട്ട് മാറ്റുമ്പം വലിയ സംഖ്യ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതൊന്ന് ഓർത്ത് വെച്ചോണം. ഈ km/h m/min ആണെങ്കിൽ വലിയ യൂണിറ്റിൽ നിന്ന് ചെറിയ യൂണിറ്റിലേക്ക് മാറ്റുമ്പം
വലിയ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 50/3യും 3/15, ഇതിൽ വലിയ സംഖ്യ ഏതാ? 50/3. അപ്പോൾ 50/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി മീറ്റർ പെർ മിനിറ്റിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റുന്നു. അതായത് എന്താ? ചെറിയ യൂണിറ്റിൽ നിന്ന് വലിയ യൂണിറ്റിലോട്ടാണ് മാറ്റുന്നത്. ചെറിയ യൂണിറ്റിൽ നിന്ന് വലിയ യൂണിറ്റിലേക്ക് മാറ്റുമ്പം ഇതിലെ ചെറിയ സംഖ്യ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 50/3യും 3/15യും, ഇതിലെ ചെറിയ സംഖ്യ ഏതാണ്? 3/50. അപ്പോൾ 3/50 കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ എന്താണ്? സ്പീഡ് എസ് ഈസ് ഈക്വൽ ടു എന്താ? 18 ഇൻറ്റു കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ മിനിറ്റ് ആക്കാനായിട്ട് 50/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 18 ഇൻറ്റു 50/3. അപ്പോൾ ഇതെന്താണ്? 3 6 18. അപ്പോൾ 6 5 30, 50 ആകുമ്പം 300 മീറ്റർ പെർ മിനിറ്റ് ആണ് സ്പീഡ്. അപ്പോൾ ഡിസ്റ്റൻസ് ഡി ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം 300 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 1500 മീറ്റർ. 1500 മീറ്റർ ആണ് പാലത്തിൻ്റെ നീളം. ആൻസർ ഓപ്ഷൻ സി. അപ്പോൾ എല്ലാവരുടെയും റിവിഷനൊക്കെ കഴിഞ്ഞ് കാണുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും പോർഷനൊക്കെ പഠിക്കാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ സിലബസ് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. എക്സാം 21-നും 23-നും ആയിട്ടല്ലേ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ച് എക്സാം എഴുതുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.